ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നോമ്പ് സമയങ്ങളിലും ചൂട് സമയങ്ങളിലുമൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. അത് നമുക്ക് കുറച്ച് സാധനങ്ങൾ വെച്ച് തന്നെ വളരെ ടേസ്റ്റിയായിട്ട് ഇത് തയ്യാറാക്കാൻ പറ്റും. അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നും എങ്ങനെയാണെന്നും നോക്കാം. അരമുറി തേങ്ങയുടെ പാലും കുറച്ച് ചെറുപഴവുമാണ് നമുക്ക് ഇതിനാവശ്യമായത്. ഈ പാലും പഴവും എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 3 ഗ്ലാസ് നല്ല കട്ടി തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അരമുറി തേങ്ങയിൽ നിന്ന് എടുത്തതാണ്. പിന്നെ ഒരു 10 പഴത്തോളം എടുത്തു വെച്ചിട്ടുണ്ട്. പാളയംതുടം പഴമാണ് ഇതിന് നല്ലത്. ഇത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് രണ്ടും കൂടി നമുക്കിനി പാലും പഴവും എങ്ങനെ ആക്കിയെടുക്കാമെന്ന് നോക്കാം. നമുക്ക് നോമ്പ് സമയങ്ങളിൽ ദിവസവും നമ്മുടെ വീടുകളിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഈ പഴം എടുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. പഴത്തിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമുക്കിത് മിക്സി ഉപയോഗിച്ച് ഈ പഴവും പഞ്ചസാരയും കൂടെ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. അല്ലാതെ ഒരു കരണ്ടി കൊണ്ട് നമുക്കിതിനെ കുഴമ്പ് രൂപത്തിലാക്കിയാലും മതിയാകും. ഇതിലോട്ട് ഇനി കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് ഒരിക്കൽ കൂടി ഒന്ന് അടിച്ചെടുക്കാം. ഇതുപോലെയാണ് അരഞ്ഞു കിട്ടിയിരിക്കുന്നത്. ഇനി കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കുറച്ചുകൂടി ഒന്ന് അരച്ചെടുക്കാം. അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മറ്റൊരു ബൗളിലോട്ട് മാറ്റാം. ഒരു ബൗളിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബാലൻസ് വന്ന തേങ്ങാപ്പാലും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ സിമ്പിളായിട്ടുള്ള പാലും പഴവും തയ്യാറായിട്ടുണ്ട്. ഈ ചൂട് സമയങ്ങളിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഒരു ഡ്രിങ്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മധുരം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഉപയോഗിക്കാം. തണുപ്പിച്ചും ഉപയോഗിക്കാവുന്നതാണ്. ഇന്ന് തയ്യാറാക്കിയ ഈ വീഡിയോ, പാലും പഴത്തിൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓണാക്കുകയാണെങ്കിൽ തുടർന്നിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.